അമ്മ ചാനലിലേക്ക് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? മഴയൊക്കെ ഉണ്ടോ? ഇവിടെ 2-3 ദിവസം കൊണ്ട് മഴയാണ്. പിന്നെ ഞാനേ ഇച്ചിരി കപ്പപ്പൊട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് വേണ്ടി ഞാൻ 1 കിലോ ചീനി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് പൊളിച്ച് അരിയാം. ചീനിയെല്ലാം പൊളിച്ച് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് അരിഞ്ഞെടുക്കാം. ഓക്കെ, ചീനിയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ കണ്ട് ഈ രീതിയിലാണ് അരിഞ്ഞെടുത്തത്. ഇനി നമുക്ക് 2-3 വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കണം. ഇതിൻ്റെ ചീനിക്കട്ടെല്ലാം പോകണം. ഇനി നമുക്കൊന്ന് വെള്ളത്തിലോട്ട് അരിയിടാം. ഇനി അതൊന്ന് എല്ലാം നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കണ്ണോപ്പയ്ക്കകത്തോട്ട് വരാം. വെള്ളമെല്ലാം മാർന്നു പോയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അത് കുറേശ്ശെ ഇട്ടേ പൊടിച്ചെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പൊടിയാൻ പ്രയാസമാണ്. ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. ആ ചീനി എല്ലാം പൊടിച്ചെടുത്ത് നല്ലതുപോലെ തുണിക്കകത്ത് വെച്ച് പിഴിഞ്ഞ് എല്ലാം റെഡിയാക്കി എടുത്തിടുക. വേണ്ട, നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്നത് കൂട്ടുണ്ട്. ഇത് പിഴിയുന്നതൊക്കെ കാണിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം പിഴിയൊക്കെ കാണിപ്പോൾ കൂടെ നടക്കത്തില്ല. അതുകൊണ്ട് ഒന്നും വേണ്ട, ഒരു ഉപയോഗിക്കാത്ത തുണിയോ ഉപയോഗിക്കാത്ത തോർത്തോ ഉണ്ടെങ്കിൽ അതിനകത്ത് വാരി വെച്ച് നല്ല അമർത്തി പിഴിഞ്ഞ് അതിൻ്റെ കട്ടെല്ലാം പിഴിഞ്ഞെടുക്കണം. ശകലവും കട്ട് കാണരുത്. ചീനിക്കട്ട് ദോഷിയാണ്, അതുകൊണ്ട് അതെല്ലാം കളയണം. ഉണ്ട്, ഞാൻ പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്രയും ചീനിക്കട്ട് കിട്ടിയുണ്ടോ? അതിന് ചീനിയുടെ കട്ടാണിത് ഇത്രയും. ഇനി ഇതിന് വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ചിരുകി വെച്ചിട്ടുണ്ട്. നമുക്കിനി പുട്ടുണ്ടാക്കാം. അങ്ങനെ നമ്മുടെ വെള്ളം എല്ലാം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി പുട്ടുകുറ്റിക്കകത്തോട്ട് പൊടി വാരിയിടാം. ആദ്യം ശകലം തേങ്ങ ഇടണം. വാരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടപ്പത്ത് ഇനി അതവിടെ ഇരുന്ന് ആവി വരട്ടെ. ഇങ്ങനെ പുട്ടിനെല്ലാം ആവി വന്നിട്ടുണ്ട്. നമുക്കിനി അത് വാങ്ങിയെടുത്ത് കുത്തിയെടുക്കാം. അങ്ങനെ പുട്ട് ഞാൻ വെന്ത് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതും കൂടെ നമുക്ക് വാരി വെക്കാം. ബാക്കി വന്നതും കൂടെ ഞാൻ വാരി കുറ്റിയിലാക്കിയിട്ടുണ്ട്. ഇനി അടപ്പത്ത് വെക്കാം. അടുത്ത പുട്ടിനും ആവി വന്നിട്ടുണ്ട്. നമുക്കെടുത്ത് അതും എടുത്ത് കുത്തി വെക്കാം. അടുത്തത് ഞാനെടുത്ത് കുത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചീനിപ്പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഉണക്കച്ചീനി ഞങ്ങൾ ഇടിച്ച് പൊടിച്ച് പുട്ട് പുഴുങ്ങി തിന്നിട്ടുണ്ട്. ഇപ്പോൾ അതാരും ചെയ്യുന്നില്ല. ഇതിപ്പോൾ ചെയ്ത് നോക്കിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തും. ബൈ.